കൊല്ലീഗ് നേതാവ് ടി.പി. അഷ്റഫ് അലി കൂടി ചേരുന്നുണ്ട്. ശ്രീ അഷ്റഫ് അലി, UDF-ലേക്കുള്ള PV അൻവറിന്റെ വരവ് ഇന്നിപ്പോൾ പാണക്കാട് എത്തിയിരിക്കുന്നു, കുഞ്ഞാലിക്കുട്ടിയെ സന്ദർശിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആദ്യ പടി എന്നോണമുള്ള ചർച്ചകളെല്ലാം നടക്കുന്നു. ഇപ്പോഴത്തെ ഒരു വിവരങ്ങൾ പ്രകാരം ഇല്ലെങ്കിൽ ചർച്ചകൾ പ്രകാരം ഏറെ വൈകാതെ തന്നെ UDF-ന്റെ ഭാഗമാകും എന്നാണോ? PV അൻവർ MLA ഉന്നയിച്ചിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളോട് നേരത്തെ തന്നെ അനുഭവം പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് UDF നേതാക്കന്മാരും. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘവൽക്കരണം, ADGP ആയിരുന്ന MR അജിത് കുമാർ നേതൃത്വത്തിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള ഒരു കൊള്ളസംഘം, മലപ്പുറത്തെ SP സുജിത് ദാസിന്റെ സ്വർണം വെട്ടിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങി ആഭ്യന്തര വകുപ്പിലെ അത്തരം പുഴുക്കുത്തുകളൊക്കെ കാലങ്ങളായി UDF ഉന്നയിച്ചതും അത് ഭരണപക്ഷത്തുള്ള ഒരു MLA കൂടി ഉന്നയിച്ചപ്പോൾ അതിനെല്ലാവരും പിന്തുണച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില നിലപാടുകളിൽ ശക്തമായ എതിർപ്പും UDF അറിയിച്ചിട്ടുണ്ട്. ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുള്ള സമയത്തുണ്ടായുള്ള അതേ നിലപാടിലും UDF എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈയിടെയായി ഉണ്ടായ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട് വനനിയമ ഭേദഗതിയുടെ വിഷയത്തിൽ UDF എടുത്തുള്ളതേ നിലപാട് തന്നെയാണ് അദ്ദേഹത്തിന് എടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിന് ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടായതാണ് നിലമ്പൂരിൽ കാട്ടാന കൊല്ലപ്പെട്ട് മണി എന്ന് പറയുന്ന ഒരു ചോലനായിക യുവാവിന്റെ മരണം. അപ്പൊ ഇങ്ങനെ ജനകീയമായ വിഷയങ്ങളിൽ ജനങ്ങൾക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പക്ഷേ അഷ്റഫ് അലി, ആ വിഷയത്തിൽ മാത്രം ഊന്നുമ്പോഴല്ലേ ഷൗക്കത്ത് പറഞ്ഞതുപോലെ ഇതുവരെ അൻവർ എവിടെയായിരുന്നു എന്നൊരു ചോദ്യം വരുമല്ലോ. LDF-ൽ ഉണ്ടായിരുന്ന കാലത്ത് എത്രയധികം വന്യജീവി ആക്രമണങ്ങളും ഇത്തരത്തിലുള്ള മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അന്നൊന്നും ഒരു തരത്തിലും, അതായത് ആ മേഖലകളിൽ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നപ്പോൾ പോലും അൻവറിനെ അവിടെയൊന്നും കണ്ടില്ല എന്നാണല്ലോ. തീർച്ചയായിട്ടും കഴിഞ്ഞ 8.5 വർഷക്കാലത്തെ LDF-ന്റെ ഭരണം അത് എല്ലാ ജനങ്ങൾക്കും എതിരായിരുന്നു. ഈ ഒരു ഭരണം കൊണ്ട് ഈ നാട്ടിലൊന്നും നടക്കുന്നില്ല, അത് മാഫിയ ഭരണമാണ്, കുടുംബാധിപത്യമാണ് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ. ഈ ഗവൺമെന്റിനെതിരെ ഈ ഗവൺമെന്റ് ഉന്നയിക്കുന്ന ജനവിരുദ്ധമായ നയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആര് ഗവൺമെന്റിനെതിരെ മുന്നോട്ട് വന്നാലും UDF-ന് ധാർമ്മികമായി അതിനെ പിന്തുണക്കുക എന്നുള്ള ഒരു നയവും നിലപാടും തന്നെയാണ് UDF നേതാക്കന്മാർ സ്വീകരിക്കുന്നത്. അതിന് UDF-ന് അകത്തേക്കുള്ള പ്രവേശനം, അംഗത്വം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള UDF-ലെ കക്ഷികൾ, അതിന്റെ നേതാക്കന്മാർ കൂടിയിരുന്നു കൊണ്ടാണ്. അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് UDF-ന്റെ നയവുമായി ചേർന്ന് പോകുമ്പോൾ അതിനോട് യോജിച്ച ഒരു മുന്നേറ്റം ഉണ്ടാവുക എന്നുള്ളത് അല്ല. LDF-ൽ നിന്നും ജനകീയ വിഷയങ്ങളിൽ ഇടപെടാമായിരുന്നല്ലോ, എന്തുകൊണ്ട് പുറത്തു പോയപ്പോൾ അതിൽ ഇടപെടുന്നു? അത് ഒരു വലിയ പ്ലാനിങ്ങോടെ എന്ന് സ്വാഭാവികമായിട്ടും സംശയം വരില്ലേ? ചോദ്യം കേട്ടില്ല. LDF-നകത്ത് നിൽക്കുമ്പോഴും ഈ പറഞ്ഞ ജനകീയ വിഷയങ്ങളിലെല്ലാം PV അൻവറിന് ഇടപെടാമായിരുന്നു. പല വിഷയങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഈ പ്രസ്തുത വിഷയത്തിൽ PV അൻവർ നേരത്തെ ഇടപെട്ടിട്ടില്ല. ഇന്നിപ്പോൾ ശക്തമായുള്ള പ്രതിഷേധം ആവശ്യമാണ്, നേരത്തെ തന്നെ നടത്തേണ്ടതായിരുന്നു വനവകുപ്പിന്റെ രീതികളുമൊക്കെയായി ബന്ധപ്പെട്ട്. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധം ഉയർത്തുന്നത് അതൊരു വെൽ പ്ലാൻഡ് പരിപാടിയാണ് എന്ന് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് തോന്നില്ലേ? ഇടതുപക്ഷത്തിരിക്കുന്ന MLA-മാർക്ക്, ഇടതുപക്ഷത്തെ മന്ത്രിമാർക്ക് ഈ ഗവൺമെന്റിന്റെ പല നയങ്ങളിലും മിണ്ടാൻ കഴിയാതെ, പലരും ഇവിടെ പോലും താമസിക്കാൻ പോലും പറ്റാതെ, പലരും യാതൊരു വിധത്തിൽ ജനകീയമായ വിഷയങ്ങളും ജനങ്ങളോട് കൂടെ നിൽക്കാൻ പറ്റാതെയൊക്കെ നിൽക്കുന്ന വലിയ അസ്വസ്ഥതകൾ അവിടെ പ്രകടമാണ്. അവരുടെ പല ആളുകൾക്കും അവരുടെ പാർട്ടി നേതാക്കന്മാർക്ക് പോലും ഈ ഗവൺമെന്റ് എടുക്കുന്നു, പ്രത്യേകിച്ച് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കുടുംബവും നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിയും അതുമായുള്ള മറ്റു പ്രശ്നങ്ങളിലും ഒന്നും തന്നെ ജനങ്ങൾക്ക് മുന്നിൽ പറയാനോ ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കാനോ സാധിക്കാത്ത സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഇടതുപക്ഷത്ത് നിൽക്കുമ്പോൾ അൻവറിനുമുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. ആ കാലത്ത് അൻവറിന് അതിശക്തമായി എതിർത്തിട്ടുള്ള ആളുകളാണ് എല്ലാവരും. അതേസമയം അതിനുശേഷം വന്നിട്ടുള്ള ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങളെ UDF ഉയർത്തിപ്പിടിക്കുന്ന അതിന്റെ നയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വിമർശിക്കാനും ശക്തമായി എതിരിടാനും ജനങ്ങളെ അണിനിർത്താനും അങ്ങനെ ഒരു ഇടതുപക്ഷത്തെ MLA-യോ നേതാക്കന്മാരോ തയ്യാറായി വരുമ്പോൾ അതിനോട് ധാർമ്മികമായും രാഷ്ട്രീയപരമായും ചേർന്ന് നിൽക്കുക എന്നുള്ള ഉത്തരവാദിത്തം തീർച്ചയായിട്ടും UDF-ലെ എല്ലാ കക്ഷികൾക്കും ഉണ്ട്. മറ്റൊരു കാര്യം, ഇന്നലെ തന്നെ ഒറ്റയാൾ പോരാട്ടം അവസാനിപ്പിക്കുന്നു, ഇനി UDF-നൊപ്പം ചേരുമെന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ PV അൻവർ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ UDF-നകത്ത് ഘടകകക്ഷികളിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് വിഷയത്തിൽ. കോൺഗ്രസിനകത്തും ഷൗക്കത്ത് ഉൾപ്പെടെയുള്ള നിരവധി കോൺഗ്രസ് നേതാക്കൾക്കും ഈ വിഷയത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പാണക്കാട് വഴി വരുമ്പോൾ അതെല്ലാം പരിഹരിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷെ അതങ്ങനെ പരിഹരിക്കപ്പെടുന്നതാണോ പെട്ടെന്ന്? അല്ല, ഇന്ന് പാണക്കാട് വന്നപ്പോഴും UDF-ൽ എടുക്കണമെന്നൊന്നും അൻവർ അവിടെ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ആ ചർച്ചയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്.
അദ്ദേഹം തങ്ങളുമായിട്ടൊന്ന് സംസാരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ജനങ്ങൾക്ക് അതുവഴി ഉണ്ടാകുന്ന അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചുമൊക്കെയാണ്. അതുമായി ബന്ധപ്പെട്ടൊരു സമരം നടത്തിയപ്പോ വീട് വളഞ്ഞെടുത്ത അറസ്റ്റ്, അദ്ദേഹം അതിനു മുൻപ് നടത്തിയിട്ടുള്ള ഈ സർക്കാരിനെതിരെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകളുണ്ട്. അതുകൊണ്ട് അത് തന്നെയാണ് ബഹുമാനപ്പെട്ട സെയ്ദ് സാദിഖ് ഇല്ല, അത് താങ്കൾ തുടക്കം മുതലേ പറയുന്നത് എനിക്ക് മനസ്സിലായി. ഇത് ഒറ്റ കാര്യമേ ഉള്ളൂ, സ്ട്രേറ്റ് ആണ്. എത്തുമോ UDF എത്ര പെട്ടെന്ന് എത്താനുള്ള സാധ്യത? ഇത് മാത്രമാണ് ഞാൻ തുടക്കം മുതലേ താങ്കളോട് ചോദിക്കുന്നത്. അല്ല, നിങ്ങളൊരു മറുപടി പറയാൻ സമയം തരാതെ വീണ്ടും ചോദ്യം ചോദിച്ചാൽ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയില്ല. നിങ്ങളിപ്പോ ചോദ്യം ഞാൻ കേട്ടില്ല. UDF എത്താനുള്ള ഒരു സമയം അത് എത്ര എടുക്കും? ഈ പ്രതിസന്ധികളൊക്കെ എങ്ങനെ തരണം ചെയ്യും എന്നുള്ളത് മാത്രമാണ്. അൻവറിന്റെ ആ പ്രവേശനം എളുപ്പമാണോ? അല്ല, അൻവറിന്റെ UDF പ്രവേശനം അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രം ചർച്ച ചെയ്തെടുക്കേണ്ടതോ ഒന്നുമല്ല. UDF അതിന് സംവിധാനമുണ്ട്, UDF കെയർമാൻ ഉണ്ട്, കൺവീനർ ഉണ്ട്, അതിന് സെക്രട്ടറി ഉണ്ട്, അതിന് മറ്റു ഘടകകക്ഷികളുണ്ട്. അതിന്റെ ഒരു നിയമമായി കൃത്യമായി അത് മീറ്റിംഗ് ചേരുന്ന ഒരു വളരെ ജനങ്ങൾക്ക് പ്രതീക്ഷയുള്ള ഒരു മുന്നണിയാണ്. ആ മുന്നണി അത് ചർച്ച ചെയ്യും. ആ മുന്നണി ചർച്ച ചെയ്തതിന്റെ പോസിറ്റീവും നെഗറ്റീവും എല്ലാം കൂടി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ളൂ. ഇപ്പൊ അൻവർ വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചു UDF ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന്. അതൊരു പ്രതീക്ഷയാണ്. കേരളത്തിൽ 2026 തെരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെന്റിനെ മാറ്റാൻ UDF കഴിയുമെന്ന് ഇടതുപക്ഷത്ത് നിന്നിരുന്ന ഒരു MLA പറയുന്നത് അത് ജനങ്ങൾക്ക് നൽകുന്ന ഒരു പ്രതീക്ഷയാണ്. UDF പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ്. ആ രീതിയിൽ അതിനോട് ചേർന്ന് നിൽക്കാൻ UDF നേതാക്കന്മാർക്കും കഴിയും. അതിന്റെ പ്രവേശനം അത് എത്ര വേഗത്തിലാകുന്നതിനെ കുറിച്ചൊക്കെ UDF കക്ഷികൾ ചേർന്നിരുന്ന് ആലോചിച്ചെടുക്കേണ്ട നയപരമായ തീരുമാനമാണ്. അതിന് മീറ്റിംഗ് ചേരാനിരിക്കുന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പൊ പറയാൻ സാധിക്കും. ശരി, നന്ദി ശ്രീ TP അഷ്റഫ് അലി പ്രതികരിച്ചതിന്.